വെട്ടുകയാണ്. ആദ്യ വെട്ടിൽ തന്നെ ആ പാറ രണ്ടായി പിളരുന്നുണ്ട്. ഓരോ വെട്ടിലും പ്രവാചകർ പറയുന്നുണ്ട്. ഒന്നാമത്തെ വെട്ടിൽ പറയുന്നു സിറിയ എനിക്ക് കീഴടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ വെട്ടിൽ പറയുന്നു പേർഷ്യ എനിക്ക് കീഴടങ്ങിയിരിക്കുന്നു. പിന്നത്തെ വെട്ടിൽ പറയുന്നു യമൻ എനിക്ക് കീഴടങ്ങിയിരിക്കുന്നു. വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സ്വഹാബത്തിനോടാണ് അന്ന് ഏറ്റവും സാമ്രാജ്യ ശക്തികളായ പേർഷ്യയും യമനും സിറിയുമൊക്കെ തങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നെന്ന് വളരെ പ്രതീക്ഷയോടുകൂടെ പ്രവാചകർ സ്വഹാബത്തിനോട് അവതരിപ്പിക്കുന്നത്. ഇത് കേട്ട സ്വഹാബത്തിന് വലിയ ഊർജമാണ് ഉണ്ടാക്കിയത്. കാലം ഒരുപാട് കഴിഞ്ഞു പോയി. ഇന്ന് ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. മദീന പള്ളിയിൽ ഗനീമത്ത് സ്വത്ത് കുമിഞ്ഞ് കൂടിയിരിക്കുകയാണ്. അന്ന് ഏറ്റവും ആഡംബര സാമ്രാജ്യമായിരുന്ന പേർഷ്യ അത് മുസ്ലിമീങ്ങൾ കീഴടക്കി അവിടെയുള്ള എല്ലാ ഗനീമത്ത് സ്വത്തും മദീന പള്ളിയിൽ കുമിഞ്ഞ് കൂടിയിരിക്കുകയാണ്. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഒരു വടിയെടുത്ത് ആ ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ പരതി നോക്കുന്നുണ്ട്. അതിൽ നിന്നും രണ്ട് വളകൾ എടുക്കുകയാണ്. അത് അന്ന് പേർഷ്യ ഭരിച്ചിരുന്ന അവിടുത്തെ രാജാവായ കിസ്രയുടെ അധികാരം അടയാളപ്പെടുത്തുന്ന രണ്ട് വളകളായിരുന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നുണ്ട്, ഐന സുറാക്ക, സുറാക്ക എവിടെ? ആൾക്കൂട്ടത്തിൻ്റെ പിറകിൽ നിന്നും ഉയരം കൂടിയൊരു മനുഷ്യൻ മുന്നോട്ട് നടന്നു വരികയാണ്. അത് സുറാക്കയായിരുന്നു. അയാളുടെ കിനാന ഗോത്രക്കാരനാണ്. മരുഭൂമിയിലെ യാത്രാപാഠങ്ങൾ കൊണ്ട് വളരെ പ്രശസ്തനായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് കൈ നീട്ടാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് ആ കിസ്രയുടെ കൈകളിൽ അണിയുകയാണ്. കാരണം ഇത് പ്രവാചകരുടെ ഏറ്റവും വലിയ ഒരു ചരിത്രം തന്നെയാണ്. പ്രവാചകര് ഇസ്ലാമിക സന്ദേശവുമായി മക്കയിൽ ജീവിക്കുന്ന ഒരു കാലത്ത് ധാരാളം പീഡനങ്ങളും അക്രമങ്ങളും സഹിക്കവയ്യാതെ പൊറുതിമുട്ടി നിൽക്കുന്ന സമയത്ത് ഇതിനിടയിലാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം താൻ ജനിച്ച മണ്ണും വിണ്ണും വീടുമെല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് യാത്ര പോകുന്നത്. അങ്ങനെ ഒരു രാത്രി പ്രവാചകരും തൻ്റെ അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തൻ്റെ ഒട്ടകത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പിറ്റേന്ന് പ്രഭാതത്തിലാണ് മക്കക്കാർ അറിയുന്നത് തൻ്റെ പ്രവാചകൻ മക്ക വിട്ടുപോയ കാര്യം. ഇതറിഞ്ഞവർക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ പ്രവാചകരെ വധിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ഖുറൈശികളെല്ലാം ഒരുമിച്ച് കൂടി അബൂജഹൽ അവർക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട്, മുഹമ്മദിനെ ജീവനോടെയോ അല്ലാതെയോ ഇവിടെ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകമാണ് അബൂജഹൽ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ചരിത്രം അടയാളപ്പെടുത്തുന്നത് 400-ലധികം പേരാണ് ഈ ഒരു മോഹ വാഗ്ദാനം അറിഞ്ഞിട്ട് പ്രവാചകരെ വധിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഇവര് പ്രവാചകരെ അന്വേഷിച്ച് മരുഭൂമിയിൽ നാലാപാടും ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഇവരുടെ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത് സുറാഖയായിരുന്നു. മരുഭൂമിയിലെ യാത്രാ വഴികളൊക്കെ മനഃപ്പാടമാക്കിയിരുന്ന അദ്ദേഹത്തിന് അറിയാമായിരുന്നു പ്രവാചകരും അബൂബക്കർ തങ്ങളും ഏത് വഴിക്കാണ് പോയിട്ടുണ്ടാവുക എന്ന്. അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചതിന് ശേഷം സുറാഖ പ്രവാചകരെയും അബൂബക്കർ തങ്ങളെയും കണ്ടുമുട്ടുകയാണ്. അവരെ കണ്ട ഉടൻ സുറാഖ അവർക്ക് നേരെ തൻ്റെ കുതിരയെ പായിപ്പിക്കുന്നുണ്ട്. പ്രവാചകരുടെ തൊട്ട് പിന്നിലെത്തിയപ്പോൾ അബൂബക്കർ തങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പ്രവാചകരോട് പറയാണ്, ശത്രുക്കൾ പിറകിലുണ്ട്. പ്രവാചകർ പറയുന്നു, ലാ തഖഫ് ഇന്നല്ലാഹ മഅന, പേടിക്കണ്ട, അള്ളാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ സുറാഖ പ്രവാചകരുടെ തൊട്ട് പിന്നിലെത്തിയപ്പോൾ സുറാഖയുടെ കുതിരയുടെ കാലുകൾ മരുഭൂമിയിലേക്ക് ആഴ്ന്നു പോവുകയാണ്. സുറാഖ മലർന്നടിച്ച് മരുഭൂമിയിലേക്ക് വീഴുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ സുറാഖ വളരെ വേദനയോടുകൂടെ എഴുന്നേറ്റ് തൻ്റെ കുതിരയെ എഴുന്നേൽപ്പിച്ച് വീണ്ടും പ്രവാചകന് നേരെ കുതിക്കുകയാണ്. അതിനു മുമ്പ് അന്ത അറബികർക്ക് ഒരു രീതി ഉണ്ടായിരുന്നു. എന്ത് കാര്യം ചെയ്യുമ്പോൾ 3 അമ്പുകൾ അവർ തിരഞ്ഞെടുക്കും. ഒന്നാമത്തെ അമ്പിൽ ചെയ്യാം, രണ്ടാമത്തെ അമ്പിൽ ചെയ്യരുത്, മൂന്നാമത്തെ അമ്പിൽ നറുക്കെടുപ്പ് എടുക്കാം എന്നുള്ളൊരു രീതി അന്ത അറബികൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ സുറാഖ നറുക്കെടുപ്പ് എടുക്കുകയാണ്. അതിൽ മുന്നോട്ട് പോകരുത് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. എന്നാൽ 100 ഒട്ടകം എന്ന മോഹിപ്പിക്കുന്ന മോഹ വാഗ്ദാനം
സുറാഖയെ വീണ്ടും മുന്നിലോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ സുറാഖ തൻ്റെ കുതിരയെ വീണ്ടും പ്രവാചകന് നേരെ പായിപ്പിക്കുകയാണ്. പ്രവാചകന് തൊട്ടു പിന്നിലെത്തിയപ്പോൾ വീണ്ടും കുതിരയുടെ കാലുകൾ മരുഭൂമിയിലേക്ക് ആഴ്ന്നു പോവാണ്. സുറാഖ മലർന്നടിച്ച് മരുഭൂമിയിലേക്ക് വീഴുന്നുണ്ട്. വീണ്ടും സുറാഖ നറുക്കെടുപ്പെടുക്കുകയാണ്. അതിൽ വീണ്ടും മുന്നോട്ട് പോകരുത് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. എന്നാൽ 100 ഒട്ടകം എന്ന മോഹിപ്പിക്കുന്ന മോഹവാഗ്ദാനം സുറാഖയെ വീണ്ടും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ വീണ്ടും പ്രവാചകർക്ക് നേരെ തൻ്റെ കുതിരയെ പായിപ്പിക്കുന്നുണ്ട്. വീണ്ടും പ്രവാചകരുടെ നിഴൽവട്ടത്തെത്തിയപ്പോൾ കുതിരയുടെ കാലുകൾ മരുഭൂമിയിലേക്ക് ആണ്ടുപോവുകയാണ്. അങ്ങനെ സുറാഖ മലർന്നടിച്ചു വീഴുന്നുണ്ട്. സഹിക്കട്ട സുറാഖ ഗതികേട് കൊണ്ട് പ്രവാചകരെ വധിക്കാൻ വേണ്ടി വന്ന സുറാഖ പ്രവാചകരോടും അബൂബക്കർ തങ്ങളോടും സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഇത് കേട്ട പ്രവാചകര് അബൂബക്കർ തങ്ങളോട് പറയാണ്, അയാൾക്ക് വേണ്ടത് എന്താണ് അത് ചെയ്തു കൊടുക്കുക. അങ്ങനെ അബൂബക്കർ തങ്ങൾ സുറാഖയെ അവിടുന്ന് രക്ഷിക്കുകയാണ്. പിന്നീട് സുറാഖ മക്കയിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയാണ്. 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചതും പ്രവാചകനെ താൻ കൊല്ലാൻ വേണ്ടി വന്ന എല്ലാ കാര്യങ്ങളും അബൂബക്കർ തങ്ങളോട് വിശദീകരിക്കുകയാണ്. ഇതേടെ പ്രവാചകര് സുറാഖയോട് ചോദിക്കുകയാണ്, സുറാഖ, കിസ്രയുടെ വളകൾ താങ്കളുടെ കൈകളിൽ അണിഞ്ഞാൽ എങ്ങനെയിരിക്കും? സുറാഖ അത്ഭുതപ്പെട്ടു പോയി. അന്നത്തെ പേർഷ്യ ഭരിച്ചിരുന്ന കിസ്രയുടെ അധികാരം അടയാളപ്പെടുത്തുന്ന ആ വളകളെ കുറിച്ചാണോ താങ്കൾ ചോദിക്കുന്നത്? പ്രവാചകർ പറഞ്ഞു, അതെ. അത് താങ്കളുടെ കൈകളിലണിഞ്ഞാൽ എങ്ങനെയിരിക്കും? വെറും ഒരു മരുഭൂമിയിൽ ജീവിച്ച ഗ്രാമീണ അറബിയായ എൻ്റെ കയ്യിൽ അന്നത്തെ ഏറ്റവും ആഡംബര സാമ്രാജ്യമായിരുന്ന പേർഷ്യയുടെ രാജാവായ കിസ്രയുടെ അധികാരം വിളിച്ചോതുന്ന ആ ഒരു വളകൾ എൻ്റെ കയ്യിലിരിക്കുമെന്നോ? എന്താണ് പ്രവാചകൻ പറയുന്നത്? സുറാഖയെ അത്ഭുതപ്പെടുത്തുന്ന രംഗങ്ങളാണ് ആ കഴിഞ്ഞു പോയത്. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോവുകയാണ്. ഒരു ഫത്ഹ് മക്കയുടെ സമയത്താണ് സുറാഖ ഇസ്ലാമിൻ്റെ പൂമുഖത്തേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ഇന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാമിൻ്റെ ഖലീഫ. അദ്ദേഹം ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രങ്ങളും കീഴടക്കുന്നുണ്ട്. അങ്ങനെയാണ് അന്നത്തെ ഏറ്റവും പ്രൗഢിയാർന്ന ആഡംബര സാമ്രാജ്യമായിരുന്ന പേർഷ്യ ഉമർ റളിയല്ലാഹുവിൻ്റെ സൈന്യം കീഴടക്കുന്നത്. ശേഷം അവിടെയുള്ള എല്ലാ സ്വർണം, വെള്ളി പോലത്തെ എല്ലാ ആഡംബര ആഭരണങ്ങളും മദീന പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഒരു കോലെടുത്ത് ഒനീമത്ത് സ്വത്ത് ഇങ്ങനെ പരതി നോക്കുന്നുണ്ട്. അതിൽ നിന്നും 2 വളകൾ എടുക്കുകയാണ്. അത് കിസ്രയുടെ വളകളായിരുന്നു. ശേഷം പിറകിലിരിക്കുന്ന സുറാഖയെ വിളിച്ച് ആ വളകൾ അണിയിക്കുകയാണ്. അങ്ങനെ പ്രവാചകരുടെ വാഗ്ദാനവും അതേറെ കാലങ്ങൾക്ക് ശേഷം പൂവണിയുന്നതുമായ ഒരു മനോഹരമായ ചരിത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചത്. ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും കൽപ്പനകളും മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് അത് ഇരട്ടിയായി നൽകപ്പെടുമെന്നുള്ള മഹാപ്രതിഫലങ്ങളുടെ പാഠവും ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. നാം ഓരോരുത്തരും ഈ ഒരു പാഠം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഒരു മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി കൂടുതൽ സ്വലാത്തുകൾ അധികരിപ്പിക്കാനും നബി തങ്ങളോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി വേദിയിൽ സംഘഗാനം